ഇന്നുവരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ആളോട് സംസാരിക്കാൻ പാടില്ല. ഇപ്പം ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ വെച്ച് കാണാതെ പോവോ, വണ്ടി കയറി പോവോ, കാണാതെ പോവോ? എന്താ നിങ്ങളിങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇത് നിസ്സാരമായ ചോദ്യങ്ങളാണ്, ഇറലവൻ്റായ ചോദ്യങ്ങളാണ്. കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തെ അദ്ദേഹത്തോട് സംസാരിക്കണ്ടേ? അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിനെതിരായി പാർട്ടി ഒരു നടപടി എടുത്തിരിക്കുന്ന ആ നടപടി നിലനിൽക്കുകയാണ്. ഇത് പാർട്ടി മുതിർന്ന എല്ലാ നേതാക്കന്മാരും പരസ്പരം കൂടിയാലോചിച്ച് എടുത്തൊരു നിലപാടാണ്. അത് എപ്പോഴാണ് അത് പരിശോധിക്കേണ്ടത് ആ സമയത്ത് പരിശോധിക്കും. ഇപ്പം അതില്ല. അല്ല, ഞാൻ കണ്ട അദ്ദേഹത്തെ അവസാനം ചെയ്യും. എൻ്റെ മുമ്പിൽ കണ്ടാൽ അദ്ദേഹം എനിക്ക് പരിചയമുള്ള ആളല്ലേ, ഞങ്ങളുടെ പാർട്ടിയിലെ സഹപ്രവർത്തകനല്ലേ. അദ്ദേഹം സസ്പെൻഡ് ചെയ്തിട്ടില്ല. ഇനി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ പി സരിനെ കണ്ടാലും ഞാൻ കൈ കൊടുക്കുമല്ലോ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയല്ലേ പി സരിനെ, എന്നെപ്പറ്റി എന്തെല്ലാമാണ് പറഞ്ഞത്. 10 ദിവസം നിങ്ങളൊക്കെ വന്ന് റിപ്പോർട്ട് ചെയ്തല്ലേ പാലക്കാട് ഇലക്ഷനിൽ. അദ്ദേഹത്തെ കണ്ട്, അദ്ദേഹം പഴയ പാർട്ടിയുടെ നമ്മുടെ സഹപ്രവർത്തകനാണ്. എനിക്ക് ആ വിഷയത്തിൽ ഒരു കാര്യവും പറയാനില്ല. തീരുമാനം നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തെ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും ഞാനില്ല. നിങ്ങൾ അവിടെ അദ്ദേഹം സസ്പെൻഷനിലാണ്, പാർട്ടിയിൽ നിന്നും, പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും. അദ്ദേഹം അവിടുത്തെ MLA അല്ലേ. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒരു കമൻറ്റും ഞാൻ പറയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തെ മുമ്പിൽ കണ്ട ഞാൻ കാണാതെ തിരിച്ചു പോകും? കോൺഗ്രസ് നേതാക്കന്മാരെ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ പറയണത്? അദ്ദേഹം PJ പൗലോസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ മുതിർന്ന നേതാവിൻ്റെ മരണ വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ കണ്ടു. അവർ അദ്ദേഹത്തെ ഇതുവരെ ഒരു പരിചയമില്ലാത്ത ആളെ പോലെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് പാർട്ടിയിൽ നിന്ന്. ഇന്നുവരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ആളോട് സംസാരിക്കാൻ പാടില്ല. ഇപ്പം ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ വെച്ച് കാണാതെ പോവോ, വണ്ടി കയറി പോവോ, കാണാതെ പോവോ? എന്താ നിങ്ങളിങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇത് നിസ്സാരമായ ചോദ്യങ്ങളാണ്, ഇറലവൻ്റായ ചോദ്യങ്ങളാണ്. കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തെ അദ്ദേഹത്തോട് സംസാരിക്കണ്ടേ? അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിനെതിരായി പാർട്ടി ഒരു നടപടി എടുത്തിരിക്കുന്ന ആ നടപടി നിലനിൽക്കുകയാണ്. ഇത് പാർട്ടി മുതിർന്ന എല്ലാ നേതാക്കന്മാരും പരസ്പരം കൂടിയാലോചിച്ച് എടുത്തൊരു നിലപാടാണ്. അത് എപ്പോഴാണ് അത് പരിശോധിക്കേണ്ടത് ആ സമയത്ത് പരിശോധിക്കും. ഇപ്പം അതില്ല. അല്ല, ഞാൻ കണ്ട അദ്ദേഹത്തെ അവസാനം ചെയ്യും. എൻ്റെ മുമ്പിൽ കണ്ടാൽ അദ്ദേഹം എനിക്ക് പരിചയമുള്ള ആളല്ലേ, ഞങ്ങളുടെ പാർട്ടിയിലെ സഹപ്രവർത്തകനല്ലേ. അദ്ദേഹം സസ്പെൻഡ് ചെയ്തിട്ടില്ല. ഇനി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ പി സരിനെ കണ്ടാലും ഞാൻ കൈ കൊടുക്കുമല്ലോ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയല്ലേ പി സരിനെ, എന്നെപ്പറ്റി എന്തെല്ലാമാണ് പറഞ്ഞത്. 10 ദിവസം നിങ്ങളൊക്കെ വന്ന് റിപ്പോർട്ട് ചെയ്തല്ലേ പാലക്കാട് ഇലക്ഷനിൽ. അദ്ദേഹത്തെ കണ്ട്, അദ്ദേഹം പഴയ പാർട്ടിയുടെ നമ്മുടെ സഹപ്രവർത്തകനാണ്. എത്ര പേര് പാർട്ടി വിട്ടിട്ട്. ഞാൻ ശ്രീമതി പത്മജ വേണുഗോപാലായിട്ട് കഴിഞ്ഞ ദിവസം ഒരു കല്യാണ വീട്ടിൽ വെച്ച് അവരുമായിട്ട് വിശദങ്ങൾ സംസാരിച്ച് അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഞാൻ അന്വേഷിച്ചു. കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഞാൻ അന്വേഷിച്ചെന്ന്, അവരുടെ കുഞ്ഞുങ്ങളുടെ പത്മജ ചോദിച്ചാൽ കുഞ്ഞുങ്ങളുടെ കാര്യം വരെ ഞാൻ അന്വേഷിച്ചു. വേറെ പാർട്ടി പോയ ആളുകളായിട്ട് മിണ്ടാം. ഇതൊന്ന് കേരളമല്ലേ. നിങ്ങൾ വെറുതെ ഇതിനെയൊക്കെ വലിയൊരു വൈഡർ ആംഗിളിൽ കാണണം. നിങ്ങൾ ആ കോൺഗ്രസ് ഇക്കാര്യത്തിലേക്ക് എടുത്തൊരു നിലപാട്, ആ പാർട്ടിയെ നിങ്ങൾ ആ അർത്ഥത്തിൽ കണ്ടിട്ട് നിങ്ങൾ ഇതിനെയൊക്കെ ചെറുതാക്കാൻ നോക്കരുത്. ഒന്നുമില്ല. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു. എല്ലാവരും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എല്ലാവരും, ഒരാളും അതിൻ്റെ അകത്തുനിന്ന് മാറിയിട്ടില്ല. ഒരാൾ അതൊക്കെ എന്നെ ഒറ്റപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ കൊടുക്കുന്ന വാർത്തകളാണത്. ഞാൻ ഒറ്റപ്പെടുകയൊന്നുമില്ല. ഞാൻ ഒരു തീരുമാനവും എൻ്റേതായി ഒരു തീരുമാനവും ഞാൻ എടുക്കില്ല. എൻ്റെ അഭിപ്രായം പറയുന്നത് എല്ലാവരും കൂടി ഒരുമിച്ച് എടുക്കും. അതാണ് ഞങ്ങളുടെ സിസ്റ്റം. അതാണ് നിങ്ങൾക്ക് അറിയില്ലാണ്ട. സസ്പെൻഷൻ പിൻവലിച്ചു കഴിഞ്ഞാൽ ബാങ്കുകൊടുത്ത സീറ്റ് നിങ്ങൾ ഈ ഇങ്ങനെ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കില്ലേ, സാങ്കല്പിക ചോദ്യങ്ങൾ. ചാനൽ പറയാൻ എനിക്കറിയില്ല. ഞാൻ ഇതാണ് പറഞ്ഞത്.